മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ കരുത്തുറ്റ നേതാവും ഉപമുഖ്യമന്ത്രിയുമായ അജിത് പവാറിന്റെ അപ്രതീക്ഷിത വിയോഗം രാജ്യത്തെ നടുക്കിയിരിക്കുകയാണ്. പൂനെയിലെ ബരാമതിക്ക് സമീപം നടന്ന വിമാന അപകടത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. എന്നാൽ അപകടത്തിന് പിന്നാലെ അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വിമാനത്തെക്കുറിച്ചും അത് പ്രവർത്തിച്ചിരുന്ന VSR ഏവിയേഷൻ എന്ന കമ്പനിയെക്കുറിച്ചുമുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അജിത് പവാർ സഞ്ചരിച്ചിരുന്ന ബോംബേഡിയർ ലിയർജെറ്റ് 45 എന്ന വിമാനം ഇതിനു മുമ്പും വലിയ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 2023 സെപ്റ്റംബറിൽ മുംബൈ വിമാനത്താവളത്തിൽ കനത്ത മഴയ്ക്കിടെ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇതേ വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറി അപകടത്തിൽപ്പെട്ടിരുന്നു. അന്ന് വിമാനം രണ്ടായി പിളരുകയും വലിയ തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തിരുന്നു. അന്ന് വിമാനത്തിലുണ്ടായിരുന്നവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ഇതേ വിമാനം തന്നെയാണോ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം വീണ്ടും സർവീസിനായി ഉപയോഗിച്ചത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. മുംബൈയിൽ നിന്ന് ബരാമതിയിലേക്ക് വരികയായിരുന്നു അജിത് പവാർ. ബരാമതി എയർ സ്ട്രിപ്പിന് സമീപം വെച്ച് വിമാനത്തിന് നിയന്ത്രണം നഷ്ടമാവുകയും തകർന്നു വീഴുകയുമായിരുന്നു. മുൻപ് അപകടത്തിൽപ്പെട്ട വിമാനം വീണ്ടും ഉപയോഗിച്ചതിലെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. VSR ഏവിയേഷന്റെ സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ച് DGCA മുൻപ് മുന്നറിയിപ്പുകൾ നൽകിയിരുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മഹാരാഷ്ട്രയുടെ വികസന നായകനായ അജിത് പവാറിന്റെ വിയോഗം പവാർ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം തീരാ നഷ്ടമാണ്. ശരത് പവാറിന്റെ രാഷ്ട്രീയ തണലിൽ വളർന്ന ബരാമതിയുടെ സ്വന്തം ദാതയായി മാറിയ അദ്ദേഹം തൻ്റെ കുടുംബത്തെയും മണ്ഡലത്തെയും ഒരുപോലെ സ്നേഹിച്ചിരുന്നു. ഭാര്യ സുനേത്ര പവാർ, മക്കളായ പാർത്ഥ്, ജയന്ത് എന്നിവരടങ്ങുന്ന അദ്ദേഹത്തിന്റെ കുടുംബം ഈ വലിയ ആഘാതത്തിലാണ്. VIP-കൾ സഞ്ചരിക്കുന്ന വിമാനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധിക്കുന്നതിൽ വലിയ വീഴ്ചയുണ്ടായോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. ഇതിനു മുമ്പും അപകട ചരിത്രമുള്ള ഒരു വിമാനം ഉപമുഖ്യമന്ത്രിയെപ്പോലെയുള്ള ഒരു VIP-യുടെ യാത്രയ്ക്കായി ഉപയോഗിച്ചത് ഗുരുതരമായ പിഴവായി കണക്കാക്കപ്പെടുന്നു.